Here, today we are here to explain functions of several variables. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജസ്റ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്, അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല. First of all, let's see the notation of functions of two or more variable. Here we can see z equal to function of x and y. ഇവിടെ z equal to function of x and y എന്നല്ല ഉള്ളത്. അപ്പം z എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഫംഗ്ഷൻ ഓഫ് x and y എന്നുള്ളത് ആ എക്സും വൈയുമാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പം രണ്ട് വേരിയബിളുള്ള കേസാണ് പറഞ്ഞത്. ഇഫ് ദർ ഇസ് മോർ ദാൻ ടു വേരിയബിൾ വാട്ട് വിൽ ഹാപ്പൻ? ലെറ്റ് സി. w is equal to function of x y z. ഇതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നേരത്തെ പറഞ്ഞ അതേ കേസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ w എക്സ് വൈ സെഡ് എല്ലാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇൻ ജനറൽ ഫോം u equal to the function of x1, x2, x3, etc., etc., xn. Express u as the function of x1, x2, x3, etc., etc., xn. Hope you are clear about the functions of two or more variables notation. Nothing but z is equal to function of x and y. അതിൻ്റെ അകത്ത് ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് ഒരു ഐഡിയ അത്രമാത്രം ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. However, നമുക്കൊന്ന് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. Q is the function of L and K. എല്ലാവർക്കും അറിയാം, L is labor and K is capital അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസ് Q is the dependent variable where K and L are independent variable. അതുവരെ ക്ലിയർ അല്ലേ? In order to understand the influence of capital in quantity Q, ക്യാപിറ്റലിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് ക്വാണ്ടിറ്റി ക്യൂ വേരിയബിളിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ. ആ ഒരു കേസിൽ ലേബർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതിന് നമ്മൾ വിളിക്കുന്നതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ. MPK എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ കെ അല്ലെങ്കിൽ DQ/DK. ക്യാപിറ്റലാണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചത് അല്ലേ? ഇനിയിപ്പോൾ ലേബറും നമുക്ക് സെയിം വേ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആയിരിക്കും കാണാൻ പറ്റുക. അതെങ്ങനെയാ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ അല്ലെങ്കിൽ DQ/DL. Hope you understand this. Now we are moving to rules of differentiation. Hope you are familiar with the term what is meant by differentiation. Differentiation is a process of finding derivative of a function. Delta y by delta x is called incremental ratio. ഇനി നമുക്ക് ഓരോ റൂൾസ് വൺ ബൈ വൺ ആയിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ. d/dx ഓഫ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് k ആണ്. സോ d/dx ഓഫ് k ഈക്വൽ ടു 0. ഫോർ എക്സാമ്പിൾ, y ഈക്വൽ ടു 8. dy by dx equal to 0. Y can be any number. For example, minus 0.6. Then also dy by dx equal to 0. Nothing but d/dxന്റെ കൂടെ ഏതൊരു കോൺസ്റ്റന്റ് വന്നാലും അവിടെ 0 ആയിരിക്കും. Hope you are clear about the constant function rule. Moving on to another rule, that is linear function rule. Linear function rule. ഇവിടെ ഒരു ലീനിയർ ഫംഗ്ഷൻ എടുക്കുക y ഈക്വൽ ടു mx പ്ലസ് ബി, വെയർ m ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് x ആൻഡ് b ഈസ് കോൺസ്റ്റന്റ്. ദെൻ dy ബൈ dx ഈക്വൽ ടു m, ദാറ്റ് ഈസ് derivative of a variable raised to the first power is always equal to coefficient of that variable. ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് വേരിയബിൾ raised to the first power is always equal to the coefficient of that variable. നമ്മൾക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് y ഈസ് ഇക്വൽ ടു 3x പ്ലസ് 2 അങ്ങനെ വരുമ്പോൾ dy ബൈ dx ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ 3 ആണ് ആൻസർ കിട്ടുക. y അതെങ്ങനെയാണെന്ന് വെച്ചാൽ y ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് x നമ്മൾ നോക്കുമ്പോൾ അവിടെ 3 ആ വരുന്നത്. സോ ദ ആൻസർ ഇസ് dy ബൈ dx ഈക്വൽ ടു 3. Similarly, another example shows y equal to 12x, dy by dx equal to 12. Similarly, we can do several examples like this and we will get the answer in linear function rule. Moving on to third rule, power function rule. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസ് മാത്രം പറഞ്ഞു തരുന്ന. ഹോപ്പ് യു ഗോട്ട് എ excellent class about the rules of differentiation earlier, but we have to know this base in order to do the problems in several variable function. If y equal to x raised to n, then dy by dx equal to n x raised to n minus 1. That is, if y equal to k x raised to n,
then the derivative equals to the coefficient k times the exponent n multiplied by the variable x raised to n minus 1 power. അതായത് dy by dx equal to k into n into x n minus 1 ആയിരിക്കണം. For example, if y equal to x raised to 5. So d by dx of x raised to 5 എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ n x raised to n minus 1, that is 5x raised to 5 minus 1, that is 5x raised to 4. The rules for sum and differences. The derivatives of a sum of two functions y equal to g of x plus h of x, where g of x and h of x are both differential function, is equal to the sum of differences derivatives of the individual function. That is y equal to g of x plus h of x. Then dy by dx equal to g of x plus h of x. That is similar in the case of differences also. The derivative of the difference of two functions is equal to the difference of the derivatives of the two functions. That is dy by dx of y equal to g of x minus h of x, then dy by dx equal to g of x minus h of x. For example, if y equal to 12x raised to 5 minus 4x raised to 4, ഇവിടെ dy by dx of y ചെയ്യുമ്പോൾ 12x raised to 5 the linear function power function rule വെച്ച് ചെയ്യുമ്പോൾ 60x raised to 4ഉം 4x raised to 4ഉം 16x raised to 3 കിട്ടും. So dy by dx equal to 60x raised to 4 minus 16x raised to 3. Now the next example, y equal to 9x square plus 2x minus 3. അവിടെ dy by dx ചെയ്യുമ്പോൾ 9x square നമ്മുടെ പവർ ഫംഗ്ഷൻ റൂൾ വെച്ച് ചെയ്യുമ്പോൾ 18x പ്ലസ് 2x ലീനിയർ ഫംഗ്ഷൻ റൂൾ വെച്ച് നോക്കുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് x that is 2. Therefore the answer is dy by dx equal to 18x plus 2. അവിടെ 3 കോൺസ്റ്റന്റ് ആയിട്ട് 0 ആയി മാറുന്നു. അതുകൊണ്ടാണ് ആൻസർ dy by dx equal to 18x plus 2 ആവുന്നത്. Moving on to the product rule. The derivative of a product y equal to uv, where u is g of x and v is h of x, are both differential function, then dy by dx equal to u dv by dx plus v du by dx. That is the first function multiplied by the derivative of the second one plus the second function multiplied by the derivative of the first. That is dy by dx equal to u dv by dx plus v du by dx. We can extend the product rule in such a way that where y equal to uvw, then dy by dx equal to uv dw by dx plus uw dv by dx plus vw du by dx. For example, if y equal to 3x raised to 4 into 2x minus 5, then dy by dx equal to the first function multiplied by the derivative of the second plus the second function multiplied by the derivative of the first. That is 3x raised to 4 d by dx of 2x minus 5 plus 2x minus 5 into d by dx of 3x raised to 4. അത് ചെയ്ത് വരുമ്പോൾ 3x raised to 4 into 2x minus 5 ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അവിടെ 2 ആൻസർ കിട്ടും പ്ലസ് 2x minus 5 into 3x raised to 4 ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 12x raised to 3. അപ്പോൾ ആൻസർ 6x raised to 4 plus 24x raised to 4 minus 60x raised to 3. The last answer is 30x raised to 4 minus 60x raised to 3. Moving on to the next rule, the quotient rule. The derivative of a quotient y equal to u by v, where u equal to g of x and v equal to h of x, where g of x and h of x are both differential function and v not equal to 0. Then dy by dx equal to v du by dx minus u dv by dx by v square. That is dy by dx equal to the denominator times the derivative of the numerator minus the numerator times the derivative of the denominator, all divided by the denominator squared. That is dy by dx equal to v du by dx minus u dv by dx.
Next example, if y equal to 5x raised to 3 by 4x plus 3, then dy by dx equal to, that is v du by dx minus u dv by dx by v square. Therefore, dy by dx equal to 4x plus 3 d by dx of 5x raised to 3 minus 5x raised to 3 d by dx of 4x plus 3 by whole divided by 4x plus 3 whole square. That is 4x plus 3 into derivative of 5x raised to 3 equal to 15x square minus 5x raised to 3 d by dx of 4x plus 3. അത് 4 ആൻസർ കിട്ടുക. സോ 4x plus 3 into 15x square minus 5x raised to 3 into 4 whole divided by 4x plus 3 whole square equal to 4x plus 3 into 15x square ചെയ്യുമ്പോൾ 60x cube plus 45x square minus 20x cube വരും by whole divided by 4x plus 3 whole square. അത് further ചെയ്യുമ്പോൾ 40x cube plus 45x square by 4x plus 3 whole square. Next, chain rule. dy by dx equal to dy by du into du by dx. Given a composite function, also called a function of a function, in which y is a function of u and u in return is a function of x. That is, y f of u and u g of x, then y into f g of x and the derivative of y with respect to x is equal to the derivative of first function with respect to u times the derivative of the second function with respect to x. dy by dx equal to dy by du into du by dx. ഈ ചെയിൻ റൂൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ y ഈക്വൽ ടു എക്സ് റേസ് ടു 3 പ്ലസ് 6 ഹോൾ റേസ് ടു 5. ഇവിടെ y ഈക്വൽ ടു u റേസ് ടു 5 ആൻഡ് u ഈക്വൽ ടു എക്സ് റേസ് ടു 3 പ്ലസ് 6. അതെങ്ങനെയാണെന്ന് വെച്ചാൽ y ഈക്വൽ ടു ഈ ഹോള് u എക്സ് റേസ് ടു 3 പ്ലസ് 6 u ആയിട്ട് എടുത്തിട്ട് അത് u റേസ് ടു 5 ആയിട്ട് എഴുതുന്നത്. അപ്പോൾ u നമുക്ക് എക്സ് റേസ് ടു 3 പ്ലസ് 6 എന്ന് കിട്ടി. അപ്പം dy by dx ഈക്വൽ ടു dy by du into du by dx, where dy by du equal to 5 u raised to 4 and du by dx equal to 3x raised to 2. അതെങ്ങനെയാണെന്ന് വെച്ചാൽ dy by du equal to 5 u raised to 4, അത് u raised to 5 y equal to u raised to 5 യുവിൻ്റെ ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 5 u raised to 4ഉം u എക്സിൻ്റെ ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയറും വരും. അത് പിന്നെ dy by dx 5x raised to 3 plus 6 whole raised to 4 into 3x square. അത് 5 u raised to 4ൻ്റെ യുവിൻ്റെ സ്ഥാനത്ത് x cube plus 6 ഇട്ട് കൊടുക്കും. അപ്പോൾ അതങ്ങനെ വരുന്നത്. പിന്നെ dy by dx equal to 15x square into x cube plus 6 whole raised to 4. അപ്പം ഇത്ര വരെ എടുത്ത റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വി സ്റ്റാർട്ട് വിത്ത് കോൺസ്റ്റൻറ്റ് ആൻഡ് എൻഡ്സ് വിത്ത് ചെയിൻ റൂൾ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ന്യൂ പ്രോബ്ലംസ് ചെയ്യും ബേസ്ഡ് ഓൺ ദ several functions. Okay, let's summarize this whole function and we can do problem. I will give example problem and you have to solve out those problem. Okay, hope you are clear. And the doubt in that you can message me. Just look at this box and you will get a clear cut picture of what we have told earlier about the power terms, constant, sum and difference, product and quotient rule. And there are some standard result of some trigonometry, exponential and logarithmic forms of function. Hope you understand this section. Now we are going to partial derivative and total derivative. After that we will wind up this section.
Total derivative is the derivative with respect to function that depends upon the variable not only directly but by intermediate variables. ഡയറക്റ്റ്ലി മാത്രമല്ല ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ് വഴിയും ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഡെറിവേറ്റീവ് ഈസ് ദ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ. ഡയറക്റ്റ് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ മൾട്ടി വേരിയേറ്റ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ്. It is equal to the sum of partial variable with respect to each variable times the derivative of that variable with respect to the independent variable. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടി വേരിയേറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് ടോട്ടൽ വേരിയേറ്റീവിൽ പറയുന്നത്. ഇത് ടോട്ടൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് du/dt ഈക്വൽ ടു സമേഷൻ ഓഫ് du/dx1 into dx1/dt. By eliminating dt, the equation can be shortened in such a way that du equal to summation of du/dx1 into dx1. That is, by eliminating dt from the main equation, we can shorten the total derivative. Hope you are clear about the total derivative and its equation. Now we can move to partial derivative. Partial derivative, as its name, കുറച്ച് കാര്യങ്ങൾ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൺ ഓഫ് ദോസ് വേരിയബിൾ വിത്ത് ദ അതർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ബാക്കി വേരിയബിൾസൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഒന്നുകൊണ്ട് മാത്രം ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് വെക്റ്റർ കാൽക്കുലസിലും ഡിഫറൻഷ്യൽ ജോമെട്രിയിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് കുറച്ചുകൂടി ഈസിയായി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഡു സം എക്സാമ്പിൾ റിലേറ്റഡ് ടു പാർഷ്യൽ ഡെറിവേറ്റീവ്. ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് x1 x2 ഈക്വൽ ടു 3x1 സ്ക്വയർ പ്ലസ് x1 x2 പ്ലസ് 4x2 സ്ക്വയർ. ഫസ്റ്റ് ഓഫ് ഓൾ വിത്ത് റെസ്പെക്ട് ടു x1 മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 3x1 സ്ക്വയർ പ്ലസ് x1 x2 മാത്രം എടുക്കണം. x2 നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് x2 ഈസ് ഹെൽഡ് ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ആൻസർ വരിക 3 × 2 6 അല്ലേ, 6x1 പ്ലസ് x2. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് x2 കോൺസ്റ്റൻ്റ് ആക്കി വെക്കാണ്ട് x1 കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ സെക്കൻഡ് കേസ് വരുന്നത് x1 പ്ലസ് 4 × 2 8 x2 ആയിട്ട് വരും. ഹോപ്പ് യു ആർ ക്ലിയർ ഹൗ ടു ഡു ദ പാർഷ്യൽ ഡെറിവേറ്റീവ്. ഒന്നുമില്ല, ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് മറ്റേതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ എക്സാമ്പിൾ 1 പറയുന്നത്. ഓക്കെ, ഇനി മേ ബി ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് റൂൾ കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ y ഈക്വൽ ടു uv ഈക്വൽ ടു u പ്ലസ് 4 5u പ്ലസ് 2v. ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ക്യാൻ ബി ഫൗണ്ട് ബൈ ദ യൂസ് ഓഫ് പ്രോഡക്റ്റ് റൂൾ. ഈ ഒരു കേസിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് മെൻ ബൈ പ്രോഡക്റ്റ് റൂൾ. എന്തായിരുന്നു പ്രോഡക്റ്റ് റൂൾ പറഞ്ഞത്? ഫസ്റ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ഈ ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് dy/dx ഈക്വൽ ടു u dv/dx പ്ലസ് v du/dx ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ, u പ്ലസ് v. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ u പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് കിട്ടിയത് നമുക്ക് 5 ആണ്, പ്ലസ് 5u പ്ലസ് 2v നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ആൻസർ കിട്ടിയത് 1 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 ഇൻറ്റു u 5 ഇൻറ്റു 4 അപ്പോൾ 5u പ്ലസ് 20 കിട്ടി, പ്ലസ് 1 വെച്ച് ചെയ്യുന്ന 5u പ്ലസ് 2v കിട്ടുന്നു. നോ വി ആർ ആഡിങ് 5u പ്ലസ് 5u എത്രയാണ് 10u പ്ലസ് ബാക്കിയുള്ള വേരിയബിൾസ് അതുപോലെ എഴുതുന്നു 2v പ്ലസ് 20. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കേസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി സെയിം വേ നമുക്ക് കേസ് 2 കൂടി ചെയ്യാം. സെക്കൻഡ് കേസിൽ വിത്ത് റെസ്പെക്ട് ടു v ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത അതേ മെത്തഡോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഫസ്റ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയത് u പ്ലസ് 4 ഡെറിവേറ്റീവ് കാണുക ഏതിൻ്റെ 5u പ്ലസ്
2v അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ആൻസർ കിട്ടുക 2 ആണ്. സെക്കൻഡും അതുപോലെ തന്നെ ചെയ്യുക. 5u + 2v ആണ്. u + v രണ്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് 0 ആണ് ആൻസർ കിട്ടുക. നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് 2 × u 2u 2 × 4 8. മറ്റേത് 0 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് 0 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 2u + 8 നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. പാർഷ്യൽ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ വഴി ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് കോഷ്യൻ റൂൾ വഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. We have a question. 3u - 2v divided by u² + 3v. നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം by using quotient rule. Hope you are remembering what is meant by quotient rule. എന്തായിരുന്നു quotient rule? Denominator times the derivative of numerator minus numerator times the derivative of denominator all divided by denominator square. ഈ ഒരു കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ബൈഹാർട്ടാക്കുക? നിങ്ങൾ ബൈഹാർട്ടാക്കുക. അപ്പം dy/dx = v du/dx - u dv/dx divided by v². ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൈനസ് ന്യൂമറേറ്റർ ടൈംസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ മൈനസ് 3u - 2v ഡെറിവേറ്റീവ് കാണുക. ഏതിൻ്റെ? u² - 3v ഡെറിവേറ്റീവ് കാണുക. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ u² + 3v ഹോൾ സ്ക്വയർ കാണുക. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കണ്ടതിൻ്റെ ആദ്യത്തെ കേസിൽ ഡെറിവേറ്റീവ് കിട്ടിയത് 3, രണ്ടാമത്തെ കേസിൽ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടിയത് 2u. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ u² + 3v ഹോൾ ഇൻറ്റു 3 മൈനസ് 3u - 2v ഹോൾ ഇൻറ്റു 2u. അപ്പോൾ ഈ 3 യുവിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3 × u², 3u², 3 × 3v 9v മൈനസ് 2 × 3u 6u² മൈനസ് 2v × 2u 4uv ഹോൾ ഡിവൈഡഡ് ബൈ u² + 3v ഹോൾ സ്ക്വയർ. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇതൊന്നുമില്ല. ആ ഒരു ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ആക്കുക. ഡിനോമിനേറ്റർ ടൈംസ് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ടൈംസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതൊന്ന് ബൈഹാർട്ട് ചെയ്താൽ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെറിവേറ്റീവ് കാണാൻ പാർഷ്യൽ ഡെറിവേറ്റീവാണ് നമ്മളിവിടെ കാണുന്നത്. അതും വളരെ ഈസിയാണ്. വിത്ത് റെസ്പെക്ട് ടു അത് യു ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുന്നത് ആസ് പെർ ദ കോഷ്യൻ റൂൾ ഡിമാൻഡ്സ്. അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസറാണ് 3u² + 9v + 4uv divided by square plus 3v whole square. Hope you understand what is quotient rule. Okay, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. ഫൈൻഡ് ദ എക്സ്ട്രീം വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമൈൻ വെദർ ദ മാക്സിമം ഓർ മിനിമം. It is equal to 5x² + 2y² - 2xy - 15x - 6y. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 5x² 10x ആകും. പിന്നെ നമുക്കുള്ള 2xy ആണ്, അത് -2y ആകും. പിന്നെ -15x -15 ആകും. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ഇക്വേഷനിൽ തന്നെ 2y² 4y ആവുന്നു. -2x -6 = 0 ടേംസിലേക്ക് നമ്മൾ എഴുതുന്നത്. ദെൻ വി ഹാവ് നമ്മൾ പണ്ട് പഠിച്ച ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിലെ എലിമിനേഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ വന്നിരിക്കുന്നത് 10x - 2y - 15 = 0. സെക്കൻഡ് ഇക്വേഷൻ വന്നത് 4y - 2x - x = 0. ഫസ്റ്റ് എക്സ് വരുന്ന രൂപത്തിൽ ഇക്വേഷൻ മാറ്റി എഴുതണം, അതർവൈസ് നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ എക്സ് വരുന്ന രൂപത്തിൽ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ -2x + 4y - 6 = 0 എന്നാണ് വരുന്നത്. ആ ഇക്വേഷൻ ഫുള്ള് നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 5 കൊണ്ട് ചെയ്യുമ്പോൾ -10x + 20y - 30 = 0. Then we have to do elimination method. -10 and +10 cancel out and +20y - 2y 18y -30 -14 it comes 45. 18y = 45, y = 45/18. Answer comes as 2.5. By substituting value of y 2.5 in equation number 1, we will get the answer of x, that is 2. The stationary point are x and y are 2 and 2.5.
ഹോപ്പ് യു ആർ ക്ലിയർ. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ സെറ്റ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസർ വരുന്നത് 22.5 എന്നാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. താങ്ക് യു.